കോഴിക്കോട് കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ഒരു ഭാഗത്തെ മതിൽ ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഇത് ആശുപത്രി ക്യാൻറ്റീനിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ പേവാർഡും ഉള്ള ഒരു ഭാഗം തന്നെയാണിത്. പേവാർഡിലൊക്കെ കുറേയധികം രോഗികൾ ഉണ്ടായിരുന്നു. ആ രോഗികളെയൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് ഇതിനോടകം മാറ്റിയിട്ടുമുണ്ട്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാകും. ഒരു ഭാഗം പൂർണ്ണമായിട്ടും താഴേക്ക് അടർന്നു വീണ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും ഇനി ആളുകൾക്ക് നിൽക്കാനോ അതുവഴി പോകാനോ ഒന്നും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. കാരണം അതേത് നിമിഷവും പൊട്ടി പൂർണ്ണമായും താഴേക്ക് പതിക്കാവുന്ന രീതിയിലാണുള്ളത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിനും അത് അങ്ങനെ തന്നെ ഭീഷണിയായി നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഈ സ്വകാര്യ വ്യക്തി ഇവിടെ കെട്ടിട നിർമ്മിതിക്ക് വേണ്ടി സ്ഥലം മണ്ണെടുക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതാദ്യമായിട്ടല്ല ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. നേരത്തെയും 2-3 തവണയായിട്ട് ഇതേ രീതിയിൽ തന്നെ ഇവിടെ ഈ മണ്ണിടിഞ്ഞ് അപകടമുണ്ടാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊപ്പം ഇപ്പോൾ ഇവിടെയുള്ള ഒരു കൗൺസിലർ അബൂബക്കർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഒരു മാസം മുമ്പ് ഇവർ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി മണ്ണെടുത്തു. ഇത് രാത്രി കാലങ്ങളിലാണ് മണ്ണെടുക്കുന്നത്. രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളിവിടെ വന്നു നോക്കിയപ്പോൾ കൂടുതൽ മണ്ണെടുത്ത് പോയതായി കാണുകയും അതിൻ്റെ അടിസ്ഥാന കോർപ്പറേഷനിലും പോലീസിലും പരാതി നൽകുകയും ഇവരുടെ പോലീസ് വിളിപ്പിക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷം അതിശക്തമായ മഴയായിരുന്നു. ആ മഴ വന്നതിന് ശേഷം എൻ്റെ ചുമരിടിഞ്ഞപ്പോൾ സൂപ്രണ്ടും വാർഡ് കൗൺസിലർ എന്ന നിലയിലും എൻ്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ കോർപ്പറേഷൻ എഞ്ചിനീയർമാരും സൂപ്രണ്ടും അടക്കം ഉള്ളവർ എഞ്ചിനീയർമാരെയും ഇതിൻ്റെ ഓണർമാരെയും വിളിച്ച് യോഗം ചേരേണ്ട അടിസ്ഥാനത്തിൽ യുദ്ധകാലടിസ്ഥാനത്തിൽ ഈ ചുമര് കെട്ടി പണി തീർക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ മണ്ണെടുക്കൽ ഒരു അശാസ്ത്രീയമാണ്. കാരണം ഒന്നാമത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുമരിൻ്റെ കരുത്ത് ഇവർ പരിശോധിച്ചിട്ട് വേണ്ടിയിരുന്നു ഇതിൻ്റെ മണ്ണെടുക്കൽ. കാരണം ഹോസ്പിറ്റൽ ചുമര് എത്രയോ കാലം പഴക്കമുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഒരു കാരണം. തീർച്ചയായിട്ടും. അതായത് ഈ മണ്ണെടുക്കലിലടക്കം ഒരു അശാസ്ത്രീയത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കാരണം മണ്ണിൻ്റെ ഘടന, ഇവിടെ നിൽക്കുന്ന ഈ മതിലിൻ്റെ ഉറപ്പ്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണമായിരുന്നു ഈ രീതിയിലുള്ള മണ്ണെടുപ്പ് എന്നത് തന്നെയാണ് വാർഡ് കൗൺസിലർ അടക്കമുള്ളവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണയുമൊക്കെ ഇതേ രീതിയിൽ ഈ മതിൽ തകർന്നു വീണ് അപകടമുണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ആ സമയത്ത് ആരും ആ ഭാഗത്തൊന്നും ഉണ്ടാവാത്തത് കാരണം ഒരാൾക്ക് പോലും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വളരെ ശാസ്ത്രീയമായി തന്നെ ഇതിന്റെ പണി പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പേവാർഡിനും അതുപോലെ തന്നെ ക്യാൻറ്റീനും ഒക്കെ ഇനി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയുമാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.